ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ എളുപ്പത്തിൽ കുറച്ച് വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഈവനിങ് സ്നാക്കാണ്. 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. മൈദക്ക് പകരം ഗോതമ്പ് പൊടിയും എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാലൊഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. പാലിന് പകരം നമുക്ക് പച്ചവെള്ളം ഒഴിച്ചിട്ടും ഇത് കുഴച്ചെടുക്കാവുന്നതാണ്. ഒരു 1/4 കപ്പിൻ്റെ അടുത്ത് പാലെടുത്തിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം. അധികം ലൂസായി പോകണ്ട. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കില്ല, അതുപോലെ കുഴച്ചെടുക്കാം. ഇതിലേക്ക് ഇനി കുറച്ച് 1/4 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇതുപോലെ അങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന്ന് നമുക്ക് ഓരോ ചെറിയ ബോളാക്കി എടുക്കണം. ഇതുപോലെ ചെറിയ സൈസിൽ ഇങ്ങനെ ഉരുട്ടിയെടുത്താൽ മതിയാവും. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ സൈസ് ഉരുളക്കിഴങ്ങാണ്. അത് നന്നായിട്ട് പുഴുങ്ങിയെടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഉടച്ചു കൊടുക്കാം. ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ആണ് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പിസ്സയിലേക്കൊക്കെ ചേർക്കുന്ന പിസ്സ സീസണിങ് ആണ്. അത് ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാം. അത് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു ഫില്ലിങ്ങാണ് നമ്മൾ അതിലേക്ക് വെച്ച് കൊടുക്കുന്നത്. ഇതിന് പകരം നമുക്ക് ചീസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇതുപോലെ അങ്ങ് നീളത്തിൽ അങ്ങ് ഉരുട്ടിയെടുത്താൽ മതിയാവും. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ചട്ടകാണ് വേണ്ടത്. ഇതിൻ്റെ സ്റ്റീലായാലും കുഴപ്പമില്ല കേട്ടോ. ഇനി സ്റ്റീലിൻ്റെ എടുക്കുകയെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഓയിലൊന്ന് ഇതുപോലെ ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുക, തടവി കൊടുക്കുകയോ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ആ മാവ് അതിന്മേൽ ഒട്ടിപ്പിടിക്കുന്നതായിരിക്കും. ആദ്യം ഒരു മാവ് എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ അങ്ങ് പരത്തി കൊടുക്കാം. കൈ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ വട്ടത്തിലൊന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ നടുവിലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങിൻ്റെ ഈ കൂട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ സൈഡിൽ നിന്ന് ഇതുപോലെ അങ്ങനെ കൊണ്ടുവന്നാൽ മതി. വളരെ ഈസിയാണ്, നമുക്ക് എളുപ്പത്തിൽ ഇതുപോലെ ഇങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ. എന്നിട്ട് നമുക്കിതിൻ്റെ സൈഡൊക്കെ നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഫില്ലിങ്ങൊക്കെ പുറത്തേക്ക് വരും. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ അതിൻ്റെ ആ ഒരു ഡിസൈനിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഈ ഒരു ഫില്ലിങ്ങിന് പകരം ഞാനിത് ചീസ് വെച്ചിട്ടും ചെയ്ത് കാണിക്കുന്നുണ്ട്. ചീസ് ഇതുപോലെ ഇങ്ങനെ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് നമുക്കിതിലേക്ക് വെച്ചിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതുപോലെ അങ്ങ് എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാം ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. പാനിൽ എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ചൂടായതിന് ശേഷം നമുക്ക് തീ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി വെക്കണം. എന്നിട്ട് നമുക്കിതിലേക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി എണ്ണയിൽ നിന്നും ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. ബാക്കിയുള്ളതും ഇതുപോലെ അങ്ങ് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതാ വളരെ എളുപ്പത്തിൽ കുറച്ച് വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ആ ഒരു ചട്ടകത്തിൻ്റെ ആ ഒരു ഡിസൈനിൽ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ചൂടോടെ കഴിക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കാവുന്നതാണ്. കിഴങ്ങ് വെച്ചതും അതുപോലെ തന്നെ ചീസ് വെച്ചതൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒന്നായിരിക്കും. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നല്ലൊരു ഡിസൈനിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട്. ഇന്നും നമുക്ക് ഒരുപാട് പേർക്ക് സ്പെഷ്യൽ ഹായ് അറിയിക്കാനുണ്ട്. അവരുടെ പേരൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് അടുത്തൊരു ദിവസം കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. താങ്ക്